ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ വിലയിരുത്തലുമായി ചേരുന്നു. ദിലീപ്, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു അതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ ഉണ്ടായിരുന്നത്. പിന്നീട് പല വെല്ലുവിളികൾ നേരിടുന്നത് കണ്ടു. ആ വെല്ലുവിളികൾ ഏറ്റവും ഒടുവിൽ സീറ്റ് തർക്കത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ എത്ര ശക്തമായൊരു മുന്നണി, ഒരു ഐക്യനിര എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും? എന്താണ് ഒടുവിലത്തെ അവരുടെ ആലോചനകൾ നൽകുന്ന ചിത്രം? വേണു, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇത്തവണ അവർ വിജയം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും ഇനിയും ഈ സഖ്യം യാഥാർത്ഥ്യമായിട്ടില്ല. കേരളം തന്നെ നമുക്ക് ഉദാഹരണം ആയിട്ട് ചൂണ്ടിക്കാട്ടാം. കാരണം ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ പരസ്പരം പോരടിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് പരമ്പരാഗതമായി കേരളത്തിൽ LDF UDF എന്ന നിലയിലായതുകൊണ്ട് നമുക്ക് അതിനെ മാറ്റിവെക്കാം. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി അതല്ല. പ്രാദേശിക പാർട്ടികൾക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ അവർ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികളോടും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മറ്റു പാർട്ടികളോടും അവർക്കുള്ള സമീപനവും വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ഈ ഇന്ത്യ സഖ്യം യാഥാർത്ഥ്യമായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 353 സീറ്റുകൾ നേടിയപ്പോൾ അന്ന് 2019 UPA എന്ന നിലയിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് 91 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത്തവണ പക്ഷേ ഈ 2024 എത്തുമ്പോൾ പാർട്ടികളുടെ എണ്ണം ഇന്ത്യ സഖ്യത്തിൽ കൂടി 28 പാർട്ടികൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഭാഗമായുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് സംസ്ഥാന നിയമസഭകളിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലുമൊക്കെയുള്ള അംഗസംഖ്യ വളരെ BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ തന്നെ വളരെ കുറവാണ്. 543 അംഗ ലോക്സഭയിൽ ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കെല്ലാം കൂടിയുള്ള സീറ്റ് എന്ന് പറയാവുന്നത് 142 സീറ്റ് മാത്രമാണ്. നിയമസഭകളുടെ എണ്ണവും ഏതാണ്ട് അതേ നിലയിൽ തന്നെയാണ്. 4036 സീറ്റുകൾ രാജ്യത്താകെ നിയമസഭയിലുള്ളപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾക്കുള്ളത് 1637 സീറ്റുകൾ മാത്രമാണ്. സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കിയാൽ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം സംസ്ഥാനങ്ങൾ, അതായത് ഒരു സംസ്ഥാന തലത്തിൽ നിയമസഭകളുള്ള സ്ഥലങ്ങളിൽ 31 സംസ്ഥാനങ്ങളാണ് ആ നിലയിലുള്ളത്. അതിൽ 10 ഇടത്ത് മാത്രമാണ് ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഭരണത്തിലുള്ളത്. അങ്ങനെ ആ നിലയിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം നിലവിലെ അവസ്ഥയിൽ ഒരു ദുർബലമായ അവസ്ഥയിലാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പോടുകൂടി കൂടുതൽ ശക്തമാകുമെന്നാണ് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ സഖ്യ നേതാക്കൾ തന്നെ ഉള്ള സ്ഥലം നോക്കൂ. ഉദാഹരണത്തിന് മമതാ ബാനർജി, ബംഗാളിൽ അവിടെ മമതാ ബാനർജിക്കൊപ്പമല്ല കോൺഗ്രസ് മത്സരിക്കുന്നത്. കോൺഗ്രസ് CPIMുമായി സഖ്യത്തിലാണ് ബംഗാളിൽ. അവിടെ മമതാ ബാനർജി 42 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ, തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. CPIM കോൺഗ്രസ് സീറ്റു ധാരണ ഇനിയും അത് അന്തിമമായിട്ടില്ല. 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബംഗാളിൽ CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിപുരയിൽ 2 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ CPIMും. ത്രിപുര വെസ്റ്റിൽ കോൺഗ്രസ്, ത്രിപുര ഈസ്റ്റിൽ CPIM എന്ന് മത്സരിക്കുന്നതിനുള്ള ധാരണയുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഈ ഏതാണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് ധാരണകൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങളുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ഈ അവ്യക്തത നിലനിൽക്കുകയാണ്. അതിൽ തന്നെ ഈ വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ അത് DMK ഏറ്റെടുക്കുകയാണ്. അതായത് ആ സീറ്റുകൾ ഒരു കാരണവശാലും ഇന്ത്യ സഖ്യത്തിൻ്റെ പിടിയിൽ നിന്ന് വഴുതി പോകരുത്. അതുകൊണ്ട് നേരിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറെന്ന നിലയിലാണ് DMK ഈ സീറ്റുകളൊക്കെ ഏറ്റെടുത്തിട്ട് DMKക്ക് സ്വാധീനമുള്ള DMKയുടെ ശക്തി കേന്ദ്രങ്ങളായ സീറ്റുകൾ ഇപ്പോൾ അവിടെ സഖ്യകക്ഷികൾക്ക് നൽകുന്നുണ്ട്. CPIMന് തന്നെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ സീറ്റ് CPIMൻ്റെ പക്കൽ നിന്ന് ഏറ്റെടുത്തതിനു ശേഷം അവർ നൽകിയത് DMKയുടെ വളരെ സ്വാധീന മേഖലയായിട്ടുള്ള ഡിണ്ടിഗൽ മണ്ഡലമാണ്. അത് കോയമ്പത്തൂരിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K അണ്ണാമല സ്ഥാനാർത്ഥിയായേക്കും എന്ന അഭ്യൂഹം ശക്തമായ സാഹചര്യത്തിലാണ് അവിടെ നേർക്കുനേർ പോരാട്ടം എന്ന നിലയിൽ DMKയും BJPയും തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലേക്ക് അത് മാറ്റുന്നതിന് അവിടെ കോയമ്പത്തൂർ സീറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ഇപ്പോഴും അന്തിമ ധാരണ എന്ന് പറയുന്ന നിലയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുതന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഒക്കെ സ്ഥിതി. ഇപ്പോഴും ഒരു അന്തിമ ധാരണ ഇന്ത്യ സഖ്യം സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്. അവിടെ CPIMന് ഒരു സീറ്റ്, സിക്കാർ സീറ്റ് നൽകുന്നതിനും ഈ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യത്തിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുമൊക്കെ കാര്യങ്ങൾ വേഗത്തിലാകും എന്ന് കരുതാം. വേണു.
ശരി, ഇന്ത്യ സഖ്യത്തിൽ ഇതുവരെ എത്തിയിരിക്കുന്ന സീറ്റ് ധാരണകൾ, ഇപ്പോഴും തുടരുന്ന തർക്കങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, ഇതൊക്കെയാണ് ബി ദിലീപ് കുമാർ വിലയിരുത്തിയത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. The Election Specialist 24.